ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല മുരിഞ്ഞ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെജ് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്, അല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുളകെല്ലാം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മുഴുവനായി തന്നെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതേപോലെ മുഴുവനായിട്ട് വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് പോകരുത്, ചെറുതായി ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഗ്രീൻ പീസ് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഉപ്പ് നോക്കുക. അപ്പോൾ എങ്ങാനും ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 2 ബ്രെഡ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് നന്നായി പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് വല്ല ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിലിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതിനെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ സൈഡെല്ലാം തന്നെ നന്നായി ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതിനെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാതും റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 കട്ട്ലേറ്റാണ് ഈ ഒരു മസാല കൊണ്ട് തയ്യാറാക്കാൻ പറ്റുക. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ലൂസായിട്ടൊന്ന് എടുക്കാം. അപ്പം ഞാനിവിടെ കറക്റ്റ് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കണത്. ഇത് നല്ല ലൂസായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇതെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4-5 സ്ലൈസ് ബ്രെഡ് ഒരു മിക്സർ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ നമുക്കിനി ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് ഈ മൈദ മാവിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് മൈദമാവിൽ മുക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാനായിട്ട്. ഒരേ കൈ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ആകെ കട്ട പിടിച്ച് പോവും. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പികൾ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും മൈദമാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഉള്ളിലുള്ള മസാല എല്ലാം ഓൾറെഡി ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കട്ട്ലേറ്റ് മുങ്ങി നിൽക്കുന്ന അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗവും ഒരേ കളർ വരുന്ന രീതിയിലുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇത് പൊട്ടിപ്പോവാതെ തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായി കട്ട്ലേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒന്നും പൊട്ടിപ്പോവുക ഒന്നും ചെയ്യാത്ത നല്ല ടേസ്റ്റും ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ല ചൂടോട് കൂടി തന്നെ ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.